പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം കർത്താവിൽ നിന്നും നേരിട്ട് സൗഖ്യം പ്രാപിച്ചവർ. പ്രിയ ദൈവമക്കളെ, കർത്താവിന് മാത്രമേ ഏത് രോഗങ്ങളെയും പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അതായത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൽ നിന്നും നേരിട്ട് സൗഖ്യം പ്രാപിച്ച ചിലരെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പങ്കുവെക്കുന്നത്. അതായത് ഏത് രോഗങ്ങൾക്കും സൗഖ്യദായകൻ കർത്താവാണ്. കർത്താവിൽ നിന്നും നേരിട്ട് സൗഖ്യം പ്രാപിച്ചവർ ലോകത്തിലെ ആർക്കും ആ വ്യക്തികൾക്കൊരു സൗഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം, പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളെയും ബലഹീനകളെയും നികത്തുവാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും സാധ്യമല്ല. അത് കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഉണ്ടാക്കിയ ഉടയവനായ കർത്താവിന് മാത്രമേ ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള കുറവുകളെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. അതായത് ശരീരത്തിലെ രോഗത്തിൻ്റെ ബാധകളെ മാറ്റി, ശരീരത്തിലൊരു കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കേടിനെ നികത്തുവാൻ, പരിഹരിക്കുവാൻ ഉണ്ടാക്കിയവനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. കർത്താവായ യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതുപോലെ ശരീരങ്ങളിൽ അനുഭവിച്ച രോഗബാധകളാൽ ബന്ധിക്കപ്പെട്ട അനേകരുണ്ടായിരുന്നു. പക്ഷേ യേശുവിൽ നിന്നും മാത്രമേ ശരീരത്തിലെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച ദൈവജനത്തിൻ്റെ, അതായത് അന്ന് വിശ്വസിച്ച ജനത്തിൽ മേൽ സൗഖ്യം വ്യാപരിച്ചു. അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അവർ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്നും ഒരു മനുഷ്യനും ആ കുറവ് നികത്തിത്തരാൻ കഴിയത്തില്ല. അത് നസ്രയനായ യേശുവിന് മാത്രമേ സൗഖ്യം നൽകുവാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിച്ച അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ പല രോഗത്തിലുള്ളവർ കടന്നു വന്നു. അതിൽ വിശ്വസിച്ചവരുടെ ശരീരങ്ങളിൽ രോഗത്തിൻ്റെ ബാധകൾ മാറി. യേശുവിൻ്റെ അടുക്കൽ വന്നവരെ എല്ലാം യേശു സൗഖ്യമാക്കി. ആമേൻ. അതെ പ്രിയ ദൈവമക്കളെ, അന്നും ഇന്നും യേശുവിൽ നിന്നും മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ. അതായത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലഹീന, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും ആ ബലഹീന മാറ്റാൻ കഴിയത്തില്ല. മനുഷ്യർക്ക് ലോകത്തിൽ കുറവായിട്ടുള്ള മറ്റു പലതും പലർക്കും നൽകി സഹായിക്കാൻ കഴിയും. പക്ഷെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രോഗത്തെയോ ആ ശരീരത്തിൽ അവയവങ്ങൾ അനുഭവിക്കുന്ന ബലഹീനയോ ഒരിക്കലും ഒരു മനുഷ്യനും നൽകാൻ കഴിയില്ല. ആമേൻ. അത് ഉണ്ടാക്കിയ ഉടയവനായ ക്രിസ്തുവിന് മാത്രമേ ആ ബലഹീന എടുത്തു മാറ്റി ആ വ്യക്തിയെ വീണ്ടും കേടില്ലാത്ത, കുറവില്ലാത്ത, രോഗമില്ലാത്ത ഒരു വ്യക്തിയാക്കി, ആരോഗ്യമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ. അത് നസ്രയനായ യേശുവിന് മാത്രമാണ്. കർത്താവായ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതുപോലെ വിശ്വസിച്ച് യേശുവിൽ നിന്നൊരു സൗഖ്യം എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച് കടന്നു വന്ന ചില പ്രിയപ്പെട്ടവരിൽ യേശുവിൽ നിന്ന് സൗഖ്യം ലഭിച്ചു. അനേകർക്ക് സൗഖ്യം ലഭിച്ചു. അതിൽ ചില പ്രിയപ്പെട്ടവരെ മാത്രം ഞാൻ ഈ എപ്പിസോഡിൽ അത് വെളിപ്പെടുത്തി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, 12 വർഷം രക്തസ്രാവുന്ന സ്ത്രീ ഏറെ വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും അവൾക്ക് രോഗത്തിന് സൗഖ്യം വന്നില്ല. എന്നാൽ അവൾ ഒന്ന് തീരുമാനിച്ചു, ഞാൻ യേശുവിനെ നേരിട്ട് കാണും.
യേശുവിനെ നേരിട്ട് കാണുക മാത്രമല്ല, യേശുവിൻ്റെ തൊങ്ങൽ തൊടും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. യേശുവിന് മാത്രമേ ഈ 12 വർഷം ഞാൻ അനുഭവിക്കുന്ന ഈ രോഗത്തിൽ നിന്നും എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് ഈ സഹോദരി വിശ്വസിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ സഹോദരിയുടെ ശരീരത്തിൽ വ്യാപരിച്ച് പോരാടുന്ന രോഗം, ഇവളെ പ്രാണനെയും ജീവനെയും ശരീരത്തെ നശിപ്പിക്കുന്ന രോഗത്തിൻ്റെ ബാധ പ്രവേശിച്ചിരിക്കുന്ന ഒരു അവയവത്തിലല്ല, പ്രവേശിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നിലനിൽപ്പെന്ന് പറയുന്നത് ബ്ലഡാണ്, രക്തമാണ്. ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്, അവൻ്റെ പ്രാണൻ നിൽക്കുന്നത് രക്തത്തിലാണ്. ഈ സഹോദരിക്ക് വ്യാപരിച്ചിരിക്കുന്നത് അവളെ രക്തത്തിലൂടെ വ്യാപരിച്ചിരിക്കുന്ന രോഗാത്മാവാണ്. ഓരോ ദിവസവും ഇവളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അവളെ ജീവനെ പിടിച്ചു നിർത്തുവാനുള്ള ബ്ലഡ് അവളെ ശരീരത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുകയാണ്. എത്ര വർഷം? 12 വർഷം. അപ്പൊ ഈ സഹോദരിയെ വ്യാപരിച്ചിരിക്കുന്നത് അവളെ ജീവനെ നിലനിർത്തുന്ന, പ്രാണനെ നിലനിർത്തുന്ന ബ്ലഡിനെ പുറത്ത് വാർന്ന് പുറത്തു പോകാൻ തക്കവണ്ണം നശിപ്പിക്കുന്ന, അവളെ ശരീരത്തെയും പ്രാണനെയും മനസ്സിനെയും നശിപ്പിക്കുന്ന ബ്ലഡിലൂടെ വ്യാപരിച്ച രോഗാത്മാവാണ് അവളിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ബ്ലഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും രോഗബാധകളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഈ എപ്പിസോഡിലെ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ യേശുവിൽ നോക്കുവാൻ തയ്യാറാകുക. വിശ്വസിക്കണം. ഈ രോഗത്തിൽ നിന്നും സൗഖ്യമാക്കുവാൻ ഒരു വൈദ്യനും സാധ്യമല്ല. ഉണ്ടാക്കിയവനായ ക്രിസ്തുവിന് മാത്രമേ ഈ ബ്ലഡിലൂടെ വ്യാപരിച്ചിരിക്കുന്ന രോഗാത്മാവിനെ അഴിച്ചു മാറ്റി എൻ്റെ ശരീരത്തിൽ ഒരു പൂർണ്ണ ആരോഗ്യം നൽകി എൻ്റെ പ്രാണനെ നിലനിർത്തുവാൻ എന്നെ സൃഷ്ടിച്ചവനായ ഉടയവന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. അന്ന് യേശുവിനെ നേരിട്ട് ചെന്ന് സഹോദരി കാണുകയാണ്. നമുക്കിന്ന് എങ്ങനെ നേരിൽ കാണാൻ കഴിയും? നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട്, നമ്മുടെ ആത്മീയ മനുഷ്യൻ കൊണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആമേൻ. ഈ ഭാഗത്തെ സൂചിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ തിരുവചനത്തിൽ ഏതു ഭാഗമാണ് എന്നുള്ളത് ഞാൻ ആ വചനം വെളിപ്പെടുത്തട്ടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 20 മുതൽ 22 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ആ വചനഭാഗം ഇങ്ങനെയാണ്: അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, അവൻ്റെ വസ്ത്രം മാത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് അവൾ പറഞ്ഞു. വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ഈ രോഗബാധയ്ക്ക് വിടുതൽ ലഭിക്കുവാൻ പല വൈദ്യന്മാരിൽ അവൾ ആശ്രയിച്ചു. പക്ഷേ ഈ ബ്ലഡ് ഒഴുകിപ്പോകുന്ന രോഗത്തിന് ശമനം തരുവാൻ ഒരു വൈദ്യന്മാർക്കും കഴിഞ്ഞില്ല. ഒരു വൈദ്യ പരിശീലനത്തിനും കഴിഞ്ഞില്ല. അവളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടതല്ലാതെ, ഓരോ ദിവസം അവളെ പ്രാണനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്ലഡ് ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്നതല്ലാതെ അവളുടെ രോഗത്തിന് ശമനം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ സഹോദരി ഒറ്റ കാര്യം ഉള്ളത്തിൽ പറഞ്ഞു: ഞാൻ യേശുവിനെ കാണും, ഞാൻ യേശുവിൻ്റെ തൊങ്ങൽ തൊടും, യേശുവിൽ നിന്ന് മാത്രമേ എനിക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ. അവൾ തീരുമാനിച്ച് യേശുവിനെ കാണുവാൻ പുറപ്പെടുക മാത്രമല്ല, യേശുവിൻ്റെ തൊങ്ങൽ തൊടുവാൻ എത്ര കഠിനമായ ബുദ്ധിമുട്ടായാലും അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞതുപോലെ അവൾ ചെയ്തു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്നാമതായിട്ട് കർത്താവിൽ നിന്നൊരു സൗഖ്യം എനിക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ ഉള്ളം കൊണ്ട് വിശ്വസിക്കണം.
ഹൃദയത്തിൽ ആ ദൂത് ഏറ്റെടുക്കണം. യേശുവിന് മാത്രമേ ഞാൻ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്നും സൗഖ്യം നൽകുവാൻ കഴിയത്തുള്ളൂ എന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. ആ യേശുപ്പനോട് പറയണം, അപ്പാ, നിനക്ക് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാൻ അങ്ങേക്ക് മാത്രമേ കർത്താവേ കഴിയത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. കർത്താവേ, എന്നെ തൊടണമേ. പരിശുദ്ധാത്മാവേ, എന്നെ തൊടണമേ. വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഏതൊരു രോഗങ്ങൾക്കും ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും സൗഖ്യം തരാൻ കഴിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവിനെ നികത്തുവാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷേ ആ കുറവ് നികത്തി നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരിച്ചു തരുവാൻ സൃഷ്ടിച്ചവനായ ഉയരത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. അവൻ അത്ഭുതത്തിൻ്റെ മന്ത്രിയാണ്. ഈ എപ്പിസോഡിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ബ്ലഡ് സംബന്ധിച്ചുള്ള രോഗങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുക. യേശുവിനെ ഞാൻ തൊടും, യേശുവിനെ ഞാൻ കാണും, യേശുവിൽ നിന്ന് സൗഖ്യം എനിക്ക് ലഭിക്കും എന്ന് നീ ഹൃദയത്തിൽ ഉള്ളം കൊണ്ട് തീരുമാനിച്ച് നീ ആ യേശുവിൽ ഉറക്കി വിശ്വസിക്കുക. യേശു നിന്നെ തൊട്ട് സൗഖ്യമാക്കും. യേശുവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടും. ഈ സഹോദരി ഉള്ളം കൊണ്ട് പറയുന്നു, ഞാൻ യേശുവിനെ കാണും, ഞാൻ യേശുവിനെ തൊടും, യേശുവിൽ നിന്ന് മാത്രമേ എനിക്ക് സൗഖ്യം ലഭിക്കത്തുള്ളൂ. അവൾ ഉള്ളിൽ പറഞ്ഞതുപോലെ അവൾ പ്രക്രിയ, അതായത് പ്രവൃത്തിയിൽ അവൾ ചെയ്തു. യേശുവിനെ അവൾ തൊട്ടു. യേശുവിൻ്റെ തൊങ്ങൽ അവൾ തൊട്ടപ്പോൾ കർത്താവിനൊരു ശക്തി വെളിപ്പെട്ടു. 12 വർഷമായി അവളെ പ്രാണനെ നശിപ്പിച്ചുകൊണ്ട് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരുന്ന ബ്ലീഡിങ് സഡലി ഉടനെ നിന്നു. യേശു ചോദിച്ചു, സ്ത്രീയെ, എന്നെ തൊട്ടതാ? സ്തോത്രം. യേശു പറഞ്ഞു, എന്നിൽ നിന്നൊരു ശക്തി, സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. അവൾ ഭയത്തോടെ നോക്കുമ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഏതൊരു രോഗത്തിനും യേശുവിന് മാത്രമേ സൗഖ്യമാക്കാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ അടുക്കൽ വന്നവരെ എല്ലാം യേശു സൗഖ്യമാക്കി. പക്ഷെ ചിലരോട് യേശു പറഞ്ഞു, എന്നിൽ നിന്നൊരു സൗഖ്യം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആമേൻ. അതിനർത്ഥം ഏതൊരു രോഗത്തിനും പരിഹാരമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനൊരു സൗഖ്യം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. ആമേൻ. ഏത് രോഗത്തിന് സൗഖ്യദായകൻ സ്വർഗത്തിലെ കർത്താവാണ്. നേരിട്ട് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ആ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവളുടെ വിശ്വാസമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ബ്ലഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ദീർഘവർഷങ്ങൾ കൊണ്ട് ചികിത്സിച്ചിട്ട് സൗഖ്യം പ്രാപിക്കാതെ ഭാരപ്പെടുന്നുവോ? നീ യേശുവിൽ വിശ്വസിക്കാം. ആ യേശുവിലേക്ക് ഞാൻ നോക്കും, യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് അത്ഭുത സൗഖ്യം നൽകും. രണ്ടാമതായി, യേശുവിൽ നേരിട്ട് കണ്ട് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച 2 കുരുടന്മാരെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. ആമേ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ 2 കുരുടരായ മനുഷ്യർ യേശു പോകുന്നു എന്ന് കേട്ടപ്പോൾ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ നിലവിളിക്കുവാൻ തുടങ്ങി. ഇവരുടെ ശരീരത്തിലെ രോഗത്തിൻ്റെ ബാധ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യമായ ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ കാണുവാൻ, മനുഷ്യനെ കാണുവാൻ, കണ്ടുകൊണ്ട് സഞ്ചരിക്കുവാൻ. അതുപോലെ ഈ 2 സഹോദരന്മാരിലും അവരുടെ അവയവം എന്ന് പറയുന്നത് കണ്ണ് പ്രധാനമായി
കണ്ണിൻ്റെ അവയവത്തെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു ദുരാത്മാവ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ അവയവങ്ങളിൽ ഏത് അവയവത്തിലാണ് ഈ രോഗത്തിൻ്റെ ദുരാത്മാവ് പ്രവേശിച്ച് ആ അവയവം പ്രവർത്തിക്കാതെ അടച്ചു വെച്ചിരിക്കുന്നുവോ, ആ രോഗാത്മാവിനെ പുറത്താക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇവരുടെ രോഗമെന്ന് പറയുന്നത് ഇവരെ കാഴ്ചയെ അടച്ചു വെച്ചിരിക്കുന്ന അവയവത്തിലുണ്ടായിരിക്കുന്ന കേടാണ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, പ്രാണനെ പിടിച്ചു നിർത്തുന്ന ആ രക്തത്തെ ഒഴുകി പുറത്തു പോകത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ആ രക്തത്തിലൂടെ വ്യാപരിക്കുന്ന ദുരാത്മാവ്, രോഗാത്മാവ്. 2, ഈ കുരുടന്മാരുടെ ശരീരത്തിൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും ഒരു കേടുമില്ല. പക്ഷെ ലോകത്തെ എല്ലാം കാണുന്ന പ്രധാനമായ കണ്ണെന്ന അവയവത്തിൻ്റെ കാഴ്ചശക്തിയെ അടച്ച് കുരുടാക്കി വെച്ചിരിക്കുന്ന ആ രോഗാത്മാവ് അവരുടെ കണ്ണിൻ്റെ അവയവങ്ങളിൽ പ്രവേശിച്ച് കണ്ണിൻ്റെ കാഴ്ചയെ നശിപ്പിച്ചിരിക്കുന്ന ദുരാത്മാവ്, അതായത് രോഗാത്മാവ്. അതിനർത്ഥം നമ്മുടെ ശരീരങ്ങളിൽ നമ്മെ സൃഷ്ടിക്കുമ്പോൾ സർവശക്തനായ ദൈവം എല്ലാ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലായിരുന്നു. പക്ഷെ പിശാച് ഏതൊക്കെ അവയവങ്ങളിൽ പ്രവേശിച്ച് രോഗത്തിൻ്റെ ദുരാത്മാവ് ചില അവയവങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന മണ്ഡലം. സ്തോത്രം. ഈ വചനം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെ ശരീരങ്ങളിൽ ആരോഗ്യമുണ്ടായിരുന്ന ചില അവയവങ്ങൾ ആരോഗ്യത്തോടും ബലത്തോടും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചില അവയവങ്ങളെ കേടുവരുത്തുന്ന രോഗാത്മാവ് അവയവങ്ങളിൽ പ്രവേശിച്ച് ആ അവയവങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആരോ? പരിശുദ്ധാത്മ പറയുന്നു, എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവയവങ്ങളെ കേടുവരുത്തുന്ന രോഗാത്മാവിനോട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗാത്മാവിനെ എന്നെ കേടുവരുത്തുന്ന അവയവത്തിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്ക്, യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ വിശ്വസിക്ക്. ഇവരുടെ ശരീരത്തിൽ കാഴ്ചയെ കെടുത്തിയ കണ്ണിൻ്റെ അവയവത്തിൽ പ്രവേശിച്ച ദുരാത്മാവിനെ ഒരു മനുഷ്യനും പുറത്താക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ വിശ്വസിച്ചു, യേശുവിന് മാത്രമേ ഞങ്ങളുടെ കണ്ണിൻ്റെ അവയവത്തെ കാണുവാനുള്ള കാഴ്ചയെ കുരുടാക്കിയിരിക്കുന്ന രോഗാത്മാവിനെ പുറത്താക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവർ യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ, യേശു തങ്ങളുടെ അടുക്കിലെത്തുമ്പോൾ അവർ നേരിട്ട് യേശു കേൾക്കത്തക്കവണ്ണം അവർ വിളിച്ചു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങൾക്ക് കാഴ്ച വേണം. ഞങ്ങളുടെ കണ്ണെന്ന അവയവത്തിൽ കാഴ്ചയെ കെടുത്തിയിരിക്കുന്ന രോഗാത്മാവിനെ മാറ്റി ഞങ്ങൾക്ക് കാഴ്ച മടക്കി തരണം. ആമേൻ. സ്തോത്രം. യേശു അവിടെ നിന്നു അവരുടെ കണ്ണിനെ അടച്ചു വെച്ചിരിക്കുന്ന രോഗാത്മാവിനെ പുറത്താക്കി അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ചയെ കർത്താവ് മടക്കി കൊടുത്തു. സ്തോത്രം. അത് യേശു വരുന്നു എന്നവർ കേട്ടു. കേട്ട നിമിഷത്തിൽ അവർ നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയ ദൈവമക്കളെ, ഏതൊരു വിഷയത്തിലും നിന്റെ കേടായിരിക്കുന്ന അവയവത്തെ ചലിപ്പിക്കുവാൻ, ആരോഗ്യത്തെ മടക്കി തരുവാൻ, ആ അവയവത്തിൻ്റെ കേടുകളെ മാറ്റിത്തരുവാൻ നസ്രയനായ യേശുവിന് കഴിയും. നീ മനുഷ്യനോട് നിലവിളിക്കേണ്ട. നിന്റെ വിഷയം പരിഹരിക്കപ്പെടുവാൻ നീ യേശുവിനോട് നിലവിളിക്കുക. യേശുവിന് മാത്രമേ നിന്റെ ശരീരത്തിലെ കുറവുകളെ നികത്തിത്തരാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ ബലഹീനകളെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. ഈ 2 പ്രിയപ്പെട്ടവരും യേശുവിനെ നേരിട്ട് ചെന്ന് യേശുവിനോട് നിലവിളിച്ച് നേരിട്ട് കണ്ട് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച വ്യക്തികളാണ്. സ്തോത്രം. അന്നും ഇന്നും അതുപോലെ രോഗസൗഖ്യം സംഭവിക്കുന്നു. ഒറ്റ കാര്യം, നമ്മൾ യേശുവിലേക്ക് നോക്കുക. ആ യേശുവിൽ നിന്നും
സൗഖ്യം എനിക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. യേശുവിന് മാത്രമേ കുറവുകളെ നികത്തി, ഇല്ലായ്മയെ നികത്തി സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ഈ രണ്ട് മേഖലയിൽ, ഒന്ന് രക്തത്തിലൂടെ വ്യാപരിച്ച രോഗാത്മാവ്. എന്നെ കേൾക്കുന്നവരാരെങ്കിലും രക്തവുമായി ബന്ധപ്പെട്ടുള്ള രോഗത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ആ രക്തത്തിലൂടെ വ്യാപരിക്കുന്ന രോഗാത്മാവ് നിങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്തു പോവുകയാണ്. രണ്ട്, അവയവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന രോഗാത്മാവ് നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ അവയവങ്ങളെ കേടുവരുത്തി ബലഹീനപ്പെടുത്തിയിരിക്കുന്ന രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നിമിഷം എന്നെ തൊടണമേ എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആ രോഗബന്ധനം നിങ്ങൾ അഴിഞ്ഞു പോവുകയാണ്. ആമേൻ. കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക. അതെ, കർത്താവിന് നേരിട്ട് സൗഖ്യം പ്രാപിച്ച രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അന്നും ഇന്നും സൗഖ്യം തരുന്ന കർത്താവ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ യേശു സൗഖ്യദായകനാണ്. അവൻ അത്ഭുതത്തിൻ്റെ മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. സൗഖ്യം നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം വെളിപ്പെടുന്നത്. ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എനിക്കൊരു സൗഖ്യം വേണം. നിന്നിൽ നിന്ന് മാത്രമേ എനിക്ക് സൗഖ്യം ലഭിക്കത്തുള്ളൂ. ഈ വചനപ്രകാരം ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഈ ദൈവശബ്ദം കേട്ട് യേശുവിൽ വിശ്വസിച്ച് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഈ നിമിഷം രക്തവുമായി ബന്ധപ്പെട്ടുള്ള സകല രോഗാത്മാവും ആ ശരീരത്തു നിന്ന് മാറിപ്പോകട്ടെ. രണ്ടാമതായി, ശരീരങ്ങൾ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കേടുവരുത്തിയിരിക്കുന്ന ആ കേടുപാടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിന്റെ മക്കളെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.